ഉമ്മ ഈ ഉമ്മയുടെ പോയിരിക്കുന്ന ഉമ്മ ഉമ്മ എന്താ എത്ര നേരായി വിളിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, ഈ കാര്യം ചോദിക്കട്ടെ. ഇമ്മളില്ല നോമ്പൊറക്കൂല, കൊറേ കല്ലുമ്മക്കായു മറ്റേ പഴംപൊരിയു കൊറേ ഫ്രൂട്ട്സും ജ്യൂസും അതെല്ലാം ഉണ്ടാവുക? ആ ഉണ്ടാവുമല്ലോ മോനെ. ഇതാരാ മോനോട് പറഞ്ഞേ? നേരിക്ക്. പിന്നെന്താ ഉമ്മ ഇമ്മള് നോമ്പൊറക്കുന്ന നേരത്ത് ചോറും കറിയും മാത്രം തരുന്നേ? മോൻ അറിഞ്ഞൂടെ നമ്മുടെ അവസ്ഥ? നമ്മുടെ ഉപ്പ ഉണ്ടായിരുന്നേ നമുക്കും ഇതുപോലെ നോമ്പ് തുറക്കായിരുന്നു. കുറെ ഫ്രൂട്ട്സും പലഹാരം എല്ലാം വെച്ചിട്ട് ഉമ്മ തയ്ച്ച കിട്ടുന്ന പൈസ കൊണ്ടല്ലേ ഉമ്മക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഉമ്മ അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇന്നലെ നേരിക്ക് ബിലാലിന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയി. നേരിക്കിന് ആടുന്ന് കൊറേ പലഹാരങ്ങളും ഫ്രൂട്ട്സും കിട്ടിക്ക്. എനക്കും ഇതുപോലെ കൊടുക്കണം. ഇന്ന് ഞാൻ വലുത് കളിക്കുന്നേരത്ത് നേരിക്ക് എന്നോട് ചോദിച്ചിക്ക് എന്നെ നോമ്പ് തുറക്കാൻ വിളിക്കൂലേ, എനക്കും അവനെ വിളിക്കണോ? എനിക്കും വിളിച്ചിട്ട് അവനെ എല്ലാം കൊടുക്കണം. അതിനെല്ലാം കൊറേ പൈസയാവും അബ്ദു. ഉമ്മന്റെ കയ്യിൽ അതൊന്നും ഇല്ല. ഉമ്മ എന്തേലും ചെയ്. അല്ല ഞാനിപ്പോ എന്നാ ചെയ്യുവാ? ഇതിനെല്ലാം ഒരുപാട് പൈസയാവുമല്ലോ. ഓർക്കുമ്പോ തല പെരുക്കുന്നു. ഫാത്തിമ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്തായിരുന്നോ? ഞാൻ എൻ്റെ ഒരു നൈറ്റി ഷേപ്പ് ആക്കാനുണ്ടേനു. ഒന്ന് നീ ഇതിപ്പോ ഷേപ്പ് ആക്കി തരുവാ? വാ ഇരിക്കി. ഇത് നല്ല വലുതാല്ലേ? ചേച്ചിന്റെ അളവ് എനിക്കറിയാം. എന്നാ ചേച്ചി ഇവിടെ ഇരിക്കും അല്ലേ? വരുന്ന അങ്ങോട്ട്? ഇല്ല ഞാൻ ഇവിടെ ഇരിക്കും. നീ പോയി ഷേപ്പ് ചേച്ചി ഇതൊക്കെ റെഡിയാ? റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇട്ട് നോക്കുന്ന ഇട്ടോക്ക്. ഇടണ്ട, എനിക്കറിയാവുന്നല്ലോ ഞാൻ അടിച്ച ഷേപ്പ് ആവും. റെഡിയാല്ലേ? എത്രയാ പൈസ? പൈസ ഒന്നും വേണ്ട, ഒന്ന് അടിച്ചല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അബ്ദു ഇങ്ങ് വാ, ഡ്രസ് എല്ലാം മാറ്റി കഴിഞ്ഞാ? വാ. പിന്നില്ലേ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് നേദിക്കിനെയും പിന്നെ അവന്റെ അമ്മേനെയും ഏച്ചീനെയും അനിയനെല്ലാം വിളിച്ചിട്ട് ഓടി വാ. പിന്നല്ലേ ഉമ്മ പൈസ എല്ലാം കിട്ടി? പൈസ എല്ലാം കിട്ടി. പലഹാരം എല്ലാം വാങ്ങി? പലഹാരം എല്ലാം വാങ്ങി. മോൻ പോയിട്ട് വേഗം ചെന്നിട്ട് വാട്ടാ. എല്ലാരും വന്നേ. എല്ലാരും വന്നോ? വാ കേറി വാ. തക്കടോ വാ. നാണോ? വാ വാ എല്ലാരും വാ. തക്കുടു നേദിക്കേ എന്തൊക്കെയുണ്ട്? സ്കൂളിലെല്ലാം എങ്ങനെ പോന്നു?